അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതർ സമരം ശക്തമാക്കി. കഴിഞ്ഞ ഒരു മാസമായി രാപ്പകൽ സമരമാണ് നടത്തിയിരുന്നത്. ഇന്നലെ മുതൽ ദുരന്ത ബാധിതർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരവും തുടങ്ങി. കഴിഞ്ഞ വർഷം അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് അപകടാവസ്ഥയിലായ 17 കുടുംബങ്ങളാണ് സമരമുഖത്തുള്ളത്. കഴിഞ്ഞ ഒരു മാസമായി പുനരധിവാസം ആവശ്യപ്പെട്ട് ഇവർ സമരം ചെയ്യുന്നുവെങ്കിലും അധികൃതർ സമരത്തിന് നേരെ മുഖത്തിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പട്ടിണി സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിൽ പ്രായമായവരും കുട്ടികളും ഗർഭിണികളുമെല്ലാം അണിനിരക്കുന്നു. ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാനോ ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കാനോ കഴിയാത്ത ഈ അധികാരികളോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരോടും ഒരു നന്ദി തന്നെ പറഞ്ഞേക്കാം. കാരണം പട്ടികൾക്ക് ഇതിൽ കൂടുതൽ വിലയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു വർഷമായി ഞങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഞങ്ങളുടെ ഈ വിഷമവും വേദനയും കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരും. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോകാനാണ് ഇവരോട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇവരെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടം തന്നെയാണ് വാടക വീടുകളിലേക്ക് മാറ്റിയതും. പല ഘട്ടങ്ങളായി വാടക ദേശീയപാത നിർമ്മാണ കമ്പനി തന്നെ നൽകി. ദേശീയപാതയുടെ ഭാഗമായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ ഇവർ ഇതിൽ നിന്ന് മലക്കം മറിയുകയാണ്. ദേശീയപാത അതോറിറ്റി ആകട്ടെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.